എൻ്റെ ഒരു കൂട്ടുകാരനെ എൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഓർക്കുകയാണ്. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ റൂംമേറ്റായിട്ട് പഠിച്ചിരുന്ന ഒരു ഡോക്ടറുണ്ട്. അയാളിപ്പോൾ കാരിത്താസിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഒരു 10 ബെഡുള്ള ഒരു ചെറിയ ഹോസ്പിറ്റൽ തുടങ്ങി. അപ്പോൾ ആ ഹോസ്പിറ്റൽ തുടങ്ങി അവർ വളരെ മനോഹരമായിട്ട് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊള്ളലേറ്റ ഒരു സ്ത്രീയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു. പൊള്ളലേറ്റ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവർ ഡോക്ടർ പ്രഥമ ശുശ്രൂഷയൊക്കെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് അന്നത്തെ കാലത്ത് ഇയാൾ എന്നോട് പറഞ്ഞിട്ടുള്ള അയാളുടെ അച്ഛൻ ഒരു മാരുതി 800 കാർ എടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ കാറാണ്, പഴയ കാലത്തല്ല. അപ്പോൾ അത് വലിയ പ്രാധാന്യത്തോടെ അന്നത്തെ വലിയ കാറാണ്. അപ്പോൾ ആ മാരുതി 800 കാറ് എടുത്ത് കൊണ്ടുവന്നു. അവർക്ക് ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പേഷ്യൻ്റ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അയാൾ പറഞ്ഞ്, പത്തനംതിട്ടയിലാണ് അവരുടെ ഹോസ്പിറ്റൽ, അവർ പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഇയാളുടെ പുതിയ കാറിൽ ഈ രോഗിയെ കയറ്റി ഈ ഡോക്ടർ തന്നെ ഡ്രൈവ് ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പോയി. പോകുന്ന വഴിക്ക് പേഷ്യൻ്റ് മരിച്ചുപോയി. മരിച്ചു പോയ ഉടനെ അവിടെ വണ്ടിയിലുണ്ടായിരുന്നവരെല്ലാവരും കൂടി ആദ്യം കാറാണ് തല്ലിപ്പൊളിച്ചത്. ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ മെഡിസിൻ കൊടുത്തതിൽ പറ്റിയ അബദ്ധം കാരണമാണ് അത് സംഭവിച്ചതെന്ന്. കാറ് തല്ലിപ്പൊളിച്ചു. അവർ നേരെ തിരിച്ചു വന്ന് ഹോസ്പിറ്റൽ അടിച്ചു പൊളിച്ചു.